മുനമ്പം വഖഫ് അധിനിവേശ വിരുദ്ധ വികാരം പ്രതിഫലിച്ച മുനമ്പം മേഖലയിലെ പോളിംഗ് വർദ്ധിച്ച പോളിംഗ് മുനമ്പം ജനതയെ വഞ്ചിച്ച ഇടത് വലത് മുന്നണികൾക്കുള്ള താക്കീതാണെന്ന എൻ.ഡി.എ വിലയിരുത്തൽ. മുനമ്പം സമരഭൂമി ഉൾക്കൊള്ളുന്ന പള്ളിപ്പുറം പഞ്ചായത്ത് 1-ാം വാർഡിലടക്കം മികച്ച വിജയമാണ് എൻ.ഡി.എ പ്രതീക്ഷിക്കുന്നത്. പ്രദേശത്ത് നിന്ന് നിരവധി പേർ ബി.ജെ.പിയിൽ അംഗത്വമെടുത്തിരുന്നു. മുനമ്പം വിഷയത്തിൽ സമരത്തിന്റെ തുടക്കം മുതൽ ഇടതു വലതു മുന്നണികൾ സ്വീകരിച്ച ഇരട്ടത്താപ്പ് നിലപാടുകളും കോൺഗ്രസ് CPM അനുഭാവികളായ സമരസമിതി നേതാക്കൾ സമരം പാതിവഴിയിൽ നിർത്തിയതും ജനങ്ങളിൽ ഉണ്ടാക്കിയത് കടുത്ത അമർഷമാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടിയെന്ന് അവകാശപ്പെട്ടായിരുന്നു സമരം നിർത്തിയത്. എന്നാൽ പോക്കുവരവ് നടത്താൻ ഇപ്പോഴും കഴിയുന്നില്ല. സർക്കാർ ഓഫീസുകളിൽ എത്തുന്ന ആളുകളെ പല കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുകയാണ്. ഒരു ജനതയുടെ ജീവിക്കാനുള്ള സമരത്തെ പിന്നിൽ നിന്ന് കുത്തിയ ഇടതു വലതു മുന്നണികളോടുള്ള എതിർപ്പിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിച്ച നിരവധി പേർ BJP അംഗത്വം സ്വീകരിച്ചിരുന്നു. മുനമ്പം സമരപ്പന്തലിലുണ്ടായിരുന്ന വേളാങ്കണ്ണി പള്ളിയങ്കണം ഉൾപ്പെടുന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡിലടക്കം മികച്ച മുന്നേറ്റമാണ് NIA പ്രതീക്ഷിക്കുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം ഇതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. ഭൂസമര സമിതിയിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ചേർന്ന് രൂപം കൊടുത്ത സമരസമിതി 2-ാം ഘട്ട ഭൂസമരം തുടരുകയാണ്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുഞ്ഞുമോൻ അഗസ്റ്റിന് പിന്നിൽ ജനങ്ങൾ ഒന്നാകെയുണ്ട്. തൊട്ടടുത്ത 2-ാം വാർഡിൽ മത്സരിക്കുന്ന മഞ്ജു ബൽരാജും 8-ാം വാർഡിൽ മത്സരിക്കുന്ന സന്നദ്ധ സേവന വഴികളിലെ നിറസാന്നിധ്യമായ ശ്രീചെറായിയും അടക്കം പഞ്ചായത്തിലെ പല വാർഡുകളിലും NDAക്ക് മുൻതൂക്കമുണ്ട്. തിരിച്ചടി വരുന്ന പലയിടത്തും LDF UDF രഹസ്യ ധാരണകളുമുണ്ട്. ജനം, കൊച്ചി.